ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കോട്ടയം ജില്ലയിൽ കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനമാരംഭിച്ചു. പഠനോപകരണങ്ങൾ 10 മുതൽ 60% വരെ വിലക്കുറവിൽ ലഭിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തെ വിലക്കയറ്റം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ വിപണി തുടങ്ങിയിരിക്കുന്നത്. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, ത്രിവേണി നോട്ട്ബുക്കുകൾ, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയ പഠനോപകരണങ്ങൾ ഇവിടെ ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ജൂൺ 15 വരെയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്റർ ഇനി ഓർമ്മകളിൽ. പതിറ്റാണ്ടുകളായി കോട്ടയം ജില്ലക്കാർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്മഹൽ എന്ന പേരിലാണ് തിയേറ്റർ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചത്. പിന്നീട് 1980-ൽ പുതിയ മാനേജ്മെന്റ് അനശ്വര എന്ന തിയേറ്ററിന് പേര് നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 2005-ൽ UAFO ഡിജിറ്റൽ സ്ക്രീനിംഗ് പരീക്ഷണ പ്രദർശനം നടത്തിയ തിയേറ്റർ എന്ന പ്രത്യേകതയും അനശ്വര തിയേറ്ററിനുണ്ട്. കോട്ടയം നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിലൊന്നായിരുന്നു ഓർമ്മകളിൽ മറയുന്ന ഈ തിയേറ്റർ. കോട്ടയം നഗരത്തിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഒട്ടനവധി സിനിമാ ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ് അനശ്വര തിയേറ്റർ. ആസ്വാദക മനസ്സുകളിലേക്ക് കാഴ്ചയുടെ ആഘോഷങ്ങളും കയ്യടികളും ബഹളങ്ങളും നിറഞ്ഞ ആ സിനിമാശാല ഇനി ഓർമ്മകളിലെ റിലീസുകൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പുസ്തക പ്രസാധനത്തിന് നൽകിവരുന്ന 2026-ലെ അഫിസിയാനാഡോ പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് DC ബുക്സ് ഇടം നേടി. പ്രസാധന രംഗത്തെ സംഭാവനകളും സാംസ്കാരിക വിനിമയത്തിനായി നടത്തിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും പരിഗണിച്ചാണ് DC ബുക്സിനെ ഈ അവാർഡിനായി തിരഞ്ഞെടുത്തത്. ഇറ്റലിയിൽ നടന്ന സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോ പുസ്തകമേളയിൽ മെയ് 13-നാണ് ഫൈനലിസ്റ്റുകളുടെ പ്രഖ്യാപനം നടന്നത്. ചടങ്ങിൽ DC ബുക്സ് പ്രതിനിധി ഗോവിന്ദ് DC പങ്കെടുത്തു. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വേർഡ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്, പോളണ്ടിൽ നിന്നുള്ള പോഗ്രാനീച്ചെ പബ്ലിഷിംഗ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പ്രസാധകർ. ലോകമെമ്പാടുമുള്ള മികച്ച പുസ്തക പ്രസാധന സംരംഭങ്ങളെ ആദരിക്കാനും പിന്തുണ നൽകാനുമുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഫിസിയാനാഡോ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിന്റെയും സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം മലയാള ഭാഷയ്ക്കും പ്രസാധന മേഖലയ്ക്കും ലഭിച്ച വലിയ നേട്ടമാണെന്ന് രവി DC പറഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം തുടങ്ങി. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെയുള്ള ഖരമാലിന്യങ്ങളാണ് ഐമനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നീക്കുന്നത്. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വാർഡിലും മുൻ നിശ്ചയിച്ച തീയതിയിൽ പൊതുജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയും ഹരിതകർമ്മസേനാ അംഗങ്ങൾ അത് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. സംഭരിച്ച മാലിന്യങ്ങൾ 21 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ നീക്കം ചെയ്യും. പ്രതിവർഷം 10 ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.